നമ്മൾ തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ചിലൊക്കെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയും കൂടെ മുട്ടിപ്പായിട്ട് ഭയങ്കര ശക്തമായിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതേ സമയം തന്നെ നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏഹ്, ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, ചില വിഷമങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങളും നമുക്കുണ്ട് ഇല്ലേ? ചില നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ഒരു ഭയമാണ്, ഒരു റിയാലിറ്റിയും കൂടിയാണ്. ചിലപ്പോൾ വിശ്വാസം ക്ഷയിച്ചു പോകും. ഇന്നാള് എവിടെയോ വെച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ അയാൾ പ്രാർത്ഥിക്കുന്ന രീതിയെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഈശോയെ, എനിക്ക് എൻ്റെ വിശ്വാസം പോകുന്ന രീതിയിലുള്ള സഹനങ്ങളൊന്നും തരരുത്. നിന്നെ മറന്നു കളയാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള അനുഗ്രഹങ്ങളും തരരുതെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു എഴുത്തിനെ ഇതുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ട് അയാൾ പ്രാർത്ഥിച്ചാണ്, ഈശോയെ, എനിക്ക് നിന്നെ മറന്നു കളയാനോ അല്ലെങ്കിൽ എനിക്ക് നിന്നിലുള്ള വിശ്വാസം പോകാൻ പറ്റുന്ന രീതിയിലുള്ള സഹനങ്ങൾ അനുവദിക്കരുത്. നിന്നെ മറന്നു കളയാൻ പറ്റുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളും തരരുതെന്ന്. അപ്പം നമുക്കങ്ങനെയൊക്കെ അത്ര നിഷ്കളങ്കമായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ റിയാലിറ്റി അല്ലേ? ശരിക്കും വലിയ സങ്കടങ്ങൾ, വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് വിശ്വാസം ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. നന്നായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഇതിനു വേണ്ടിയൊക്കെ ഒരുങ്ങി, പക്ഷേ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ പള്ളിയിൽ പോകണില്ല, പ്രാർത്ഥനയൊന്നും വേണ്ട, ഈശോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇച്ചിരി കുസൃതി, ആത്മീയ കുസൃതികളൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടും. പ്രിയപ്പെട്ട സൗരങ്ങളോട് ഇന്ന് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, പ്രശ്നങ്ങൾ കൂടുന്തോറും നമ്മുടെ വിശ്വാസം ശരിക്കും കുറഞ്ഞു പോവല്ല വേണ്ടത്. പ്രശ്നങ്ങൾ കൂടുന്തോറും ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് വേണ്ടത്. ദ ബിഗർ ദ പ്രോബ്ലംസ്, ദ ഹയർ യുവർ ഫെയ്ത്ത് ഷുഡ് ബി. പ്രശ്നങ്ങൾ എത്ര വലുതാണോ അത്രയും വലുതായിരിക്കണം നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസത്തിലാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമുക്ക് അസാധ്യമെന്ന് നമ്മൾ വിശ്വസിച്ച് പോയ, ചിന്തിച്ചു പോയ കാര്യങ്ങളുടെ മേൽ നമുക്ക് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ഈശോ അത് ആവശ്യപ്പെടുന്നതാണ്. നീ ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയോ, ഈ പ്രശ്നം ഇത്ര വലുതാണെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുകയോ, അല്ലെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഈശോയെ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോവാണെന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടാനോ, ഇനിയിപ്പോൾ വിഷമം വന്ന് ഈശോയോട് മിണ്ടാതിരിക്കാനോ ഒന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്ന ഇത്രേ ഉള്ളൂ, നിന്റെ പ്രശ്നത്തെക്കാൾ മുകളിൽ നിന്റെ വിശ്വാസം ഉണ്ടോ എന്നാണ്. മനുഷ്യരാണ്, കുഞ്ഞു മനുഷ്യരാണ് നമ്മൾ. പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസം ക്ഷയിച്ച് പോയേക്കാം. ബട്ട് അതൊരു തിരിച്ചറിവായിട്ടൊരു വേക്കപ്പ് കോളായിട്ട് റിയലൈസ് ചെയ്തിട്ട് വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ബൈബിളിലൊക്കെ കാണുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ എന്നൊക്കെ വായനകളിൽ, പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു വചനഭാഗം എടുത്തത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 27 മുതലുള്ള വാക്കുകളാണ്. ഈശോ കണ്ടു കാണാൻ മേലാത്ത രണ്ടുപേരെ ഇങ്ങനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈശോ നടന്നു പോകുന്നത് കണ്ടിട്ട് അവർ ഈശോയെ ഇങ്ങനെ ഒച്ചകുത്തിൽ വിളിച്ചൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഈശോ അവരെ ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന ചോദ്യമല്ലേ ഇത്? നമ്മളൊക്കെയാണ് പറഞ്ഞത്, എൻ്റെ പൊന്നു കർത്താവ്, എങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ ഈശോയെ നിന്നോട് ചോദിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ മാറ്റേഴ്സ്. ഈശോയ്ക്ക് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്, ഞാനൊരു പരീക്ഷയ്ക്ക് ഒരു ഉന്നതമായ വിജയം ആഗ്രഹിക്കുന്നു, ഞാനൊരു ജോലി ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതം ഒന്നുകൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലൊക്കെ ഞാൻ ഈശോ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ തിരിച്ചു ചോദിക്കുന്നതാണ്, മോളെ ഇത് ഇത് എനിക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് കംപ്ലീറ്റ്ലി ഈശോയുടെ ആ ഒരു അതോറിറ്റിയിൽ, ഈശോയുടെ അധികാരത്തിൽ, ഈശോയുടെ ആ സ്നേഹത്തിൽ, ഏറ്റവും ടോപ്പിൽ അതാന്ന് തോന്നുന്നു അല്ലേ? ഈശോയുടെ സ്നേഹം, എനിക്കിത് ചെയ്തു തരാൻ ഈശോയ്ക്ക് അത്രയും വലിയ സ്നേഹം എന്നോടുണ്ടോ, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കണ്ടു കാണാൻ മേലാത്ത 2 പേർക്ക് ഈശോ ചോദിച്ച വലിയൊരു ചോദ്യമായിരുന്നു. ഒന്നും ചോദിക്കാണ്ട് വേണേൽ സൗഖ്യം അങ്ങ് കൊടുക്കാം, കാരണം അവരുടെ ആവശ്യം അത്രയും വലുതാണ്. പക്ഷേ ദിസ് മാറ്റേഴ്സ്. ഈശോയ്ക്ക് ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്, കണ്ണ് കാണാൻ പറ്റാത്ത ഈ ആൾക്കാരുടെ കണ്ണ് തുറന്നു കിട്ടി. എത്രമാത്രം കണ്ണ് തുറന്നു കിട്ടി? കണ്ണ് തുറന്നു കിട്ടിയാൽ തന്നെ നമുക്ക് കാഴ്ചയുണ്ട് അല്ലേ? ഇതിപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരിങ്ങനെ കണ്ണൊക്കെ ചിമ്മി പിടിച്ച് നോക്കാറുണ്ട്, ചിലർ കണ്ണ് ഭയങ്കര മെഴിച്ച് പിടിച്ച് നോക്കാറുണ്ട്. നമ്മുടെ കാഴ്ചശക്തി പലർക്കും പല രീതിയിലൊക്കെ ഉള്ളവരുണ്ടല്ലേ. കണ്ണാടി വെക്കുന്നവരുണ്ട്, കാഴ്ച പരിമിതികളുള്ളവരുണ്ട്, ദൂരെയുള്ളത് കാണാൻ ബുദ്ധിമുട്ട്, അടുത്തുള്ളത് കാണാൻ ബുദ്ധിമുട്ട്. പല രീതിയിലാണ് നമ്മുടെ കാഴ്ചശക്തി. ഈശോ അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു നമ്മൾ വായിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തോരം കാഴ്ചശക്തി കിട്ടി അറിയാമോ? അവർക്ക് ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ ഇത്ര അടുത്ത് പിടിച്ച് വായിക്കാനുള്ള ഒരു എഴുത്ത് വായിക്കാനുള്ള കണ്ണ് തുറക്കലാണോ പറ്റിയേ? അതോ ദൂരെ നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റുന്ന അത്രയും കണ്ണ് തുറന്നു കിട്ടിയോ? നമുക്കറിയില്ല. ഈശോ പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. നിനക്ക് ഇത്രയും ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു പുസ്തകം വായിക്കാൻ ഇത്ര അടുപ്പിച്ച് പിടിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗഖ്യമേ ഈശോയ്ക്ക് തരാൻ പറ്റുള്ളൂ. ഞാൻ അതാ വിശ്വസിക്കുന്നത്.
അങ്ങനെയെങ്കിൽ അത്രയേ തുറന്നു കിട്ടത്തുള്ളൂ. ഇല്ലതേ അവിടെ 1 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ആളെയും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കണ്ണ് തുറന്നു തരാൻ എൻ്റെ ഈശോയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് അത്ഭുതങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലായെന്നാണ് കരുതുക. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്ത് അത്ഭുതം സംഭവിക്കുന്നതും വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടാണ്. ഈശോയ്ക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എത്രമാത്രം നീ വിശ്വസിക്കുന്നോ അത്രമാത്രം ആയിരിക്കും അനുഗ്രഹം. കണ്ണ് തുറക്കപ്പെട്ടു എന്ന് മാത്രം നമ്മൾ വായിച്ചോളൂ. അവർക്ക് എന്തോരം കാണാൻ പറ്റി അറിയില്ല, അവർക്ക് കാണാൻ പറ്റി. എങ്ങനെ? അവരെത്രമാത്രം വിശ്വസിച്ചോ അത്രമാത്രം അവർക്ക് കാണാൻ പറ്റി. നീ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട്, നീ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്, നീ കുറേ കൂടെ വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ വിശ്വാസം പോലെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഹൗ മച്ച് ഡു യു ബിലീവ്? രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് ഈശോയുടെ മുമ്പിലൊന്ന് ആലോചനയ്ക്ക് വയ്ക്കുക. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എത്രമാത്രം വിശ്വസിക്കുന്നു? ചിലപ്പോൾ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസമാണ്, അതോ വിശ്വാസത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്നേഹത്താലുള്ള ഒരു പിടുത്തമാണോ ഈശോയോട്? ഈശോ എനിക്കൊരു ജോലി തരും എന്നുള്ളൊരു വിശ്വാസമാണോ? പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും വലിയൊരു അനുഗ്രഹം ഈശോ എനിക്ക് തരാൻ പറ്റുമോ? നിൻ്റെ വിശ്വാസം എത്രയാണോ അത്രയായിരിക്കും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ദ ഹയർ ദ പ്രോബ്ലം, ഹയർ ഷുഡ് ബി യുവർ ഫെയ്ത്ത്. പ്രശ്നം വരുമ്പോഴത്തേനും വിശ്വാസം കുറഞ്ഞു പോവല്ല. വിശ്വാസം കുറഞ്ഞു പോയാൽ അത്ര അത്ഭുതങ്ങളെ സംഭവിക്കുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ല, ആ വിശ്വാസം കുറഞ്ഞു പോയി, പ്രാർത്ഥന കുറഞ്ഞു പോയി, അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിലും തീപ്പൊള്ളുന്ന അനുഭവങ്ങളും നമ്മുടെ വിശ്വാസം അപ്പോഴും നമ്മൾ ഹൈ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടും വലിയ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുക. എത്രയോ അനുഭവങ്ങൾ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വാസത്തോടെ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സംഭവിക്കുന്നത്. ഈശോ ചോദിച്ചതുപോലെ അല്ല അച്ഛൻ ചോദിക്കുന്നത്. ഡു യു ബിലീവ്? ഈശോയ്ക്ക് ഇത് നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം നിങ്ങളുടെ മനസ്സിൽ പറയുമായിരിക്കും, ഉണ്ട്, വിശ്വസിക്കുന്നു. എത്രയാണെന്ന് അച്ഛൻ ഒരിക്കലും അറിയില്ലല്ലോ. എൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛനത് വിശ്വസിക്കുന്നുണ്ടോ? ഈ അച്ഛൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു നിയോഗം ഇത് ഈശോ സാധിച്ചു വരുന്ന അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തോരം വിശ്വസിക്കുന്നുണ്ടെന്നോ നിങ്ങൾ എന്തോരം വിശ്വസിക്കുന്നുണ്ടെന്നോ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ഈശോ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര വിശ്വസിക്കുന്നോ അത്രയും സംഭവിക്കും. കാഴ്ച നിനക്ക് വേണോ? നിനക്ക് ഈ അനുഗ്രഹം വേണോ? ഹയർ ദ പ്രോബ്ലം, ഹയർ ദ ഫെയ്ത്ത്. പ്രശ്നം അത്രയും രൂക്ഷമാണെങ്കിൽ അത്രയും ഹൈ ലെവലിൽ ഫെയ്ത്ത് കീപ്പ് ചെയ്യുക. ഈശോ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു അത്ഭുതം ചെയ്യും. അങ്ങനെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.